പ്രിയപ്പെട്ട സഖാക്കളെ, ഇന്ന് സഖാവ് മത്തായി ചാക്കോയുടെ 19ാം ചരമദിനമാണ്. 2006 ഒക്ടോബർ 13 സഖാവ് നമ്മെ വിട്ടുപിരിഞ്ഞത്. മത്തായി ചാക്കോ തിരുവമ്പാടിയിലെ സേക്രഡ് ഹാർട്ട് സ്കൂളിലാണ് വിദ്യാഭ്യാസം ആരംഭിക്കുന്നത്. സ്കൂളിൽ SFI യൂണിറ്റ് സെക്രട്ടറിയായി, പിന്നീട് ഏരിയ കമ്മിറ്റി അംഗമായി, ഏരിയ സെക്രട്ടറിയായി, ജില്ലാ സെക്രട്ടറിയായി, സംസ്ഥാന സെക്രട്ടറിയായി. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വളർച്ച. പിന്നീട് അദ്ദേഹം DYFIയുടെ കരുത്തുറ്റ നേതാവായി മാറി. പോരാട്ടത്തിൻ്റെ അഗ്നി പകർന്ന പോരാട്ടത്തിൻ്റെ നേതാവായി ചാക്കോ മാറി. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അതിശക്തമായ ചാട്ടുളുകളായി നമ്മുടെ ഭൂമണ്ഡലത്തിൽ പടർന്നു വന്നു. അദ്ദേഹം പോരാളികളുടെ നേതാവായി മാറിയിരുന്ന സഖാവാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഒട്ടേറെ സമരങ്ങൾ, കോഴിക്കോട് ജില്ലയിലാകെ നടന്ന പ്രക്ഷോഭങ്ങൾ, കേരളം കണ്ട ഉജ്ജ്വലമായ വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭങ്ങൾ ആയി അലയടിച്ചത് നാം കണ്ടിരുന്നു. ചാക്കോ നേതൃത്വം നൽകുന്നു എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാർക്ക് ആത്മവിശ്വാസമായിരുന്ന ഒരു കാലത്തുകൂടിയാണ് സഖാവ് നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുന്നത്. സഖാവിൻ്റെ ഓർമ്മ പുതുക്കുന്ന ഈ ദിവസം അദ്ദേഹം നടത്തിയ സമരങ്ങളെയും പ്രക്ഷോഭങ്ങളെയും നമുക്ക് തീരെ കാണാതിരിക്കാൻ വേണ്ടി സാധിക്കില്ല. വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭത്തിൽ നിന്നും ഉയർന്നു വന്ന ആവേശവും മനക്കരുത്തും കൊണ്ടാണ് 2001 അദ്ദേഹം മേപ്പയ്യൂരിലെ MLA ആയത്. 2001 മുതൽ 2006 വരെ അദ്ദേഹം മേപ്പയ്യൂരിൽ MLA ആയിരുന്നു. 2006 അദ്ദേഹത്തെ പാർട്ടി തിരുവമ്പാടി മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. ഒരു കാലത്തും നമുക്ക് കിട്ടാതിരുന്ന തിരുവമ്പാടി മണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ തിരുവമ്പാടി മണ്ഡലത്തിൽ നാം ജയിച്ചിരുന്നില്ല. ആ കാലം അത്രയും 2006 വരുന്നത് വരെയും നമ്മൾ ജയിച്ചിരുന്നില്ല. നമ്മുടെ ഇടതുപക്ഷ മുന്നണിയിലെ NCP, കോൺഗ്രസ് പോലെയുള്ള ഘടകകക്ഷികളാണ് ഇവിടെ മത്സരിച്ചിരുന്നത്. സിറിയക്ക് ജോൺ എത്രയോ കാലമായി സ്ഥാനാർത്ഥിയാവും, മത്സരിക്കും, പരാജയപ്പെടും. ഇതായിരുന്നു തുടർച്ചയായി തിരുവമ്പാടിയിലെ സ്ഥിതി. UDF നിഷ്പ്രയാസമായി ജയിച്ചു പോകുന്ന മണ്ഡലമായിരുന്നു തിരുവമ്പാടി. ആ തിരുവമ്പാടിയിൽ നമ്മുടെ പാർട്ടി പതുക്കെ മുന്നോട്ട് വരുന്ന ഒരു ഘട്ടത്തിലാണ് തിരുവമ്പാടിയിലെ മറ്റ് തെരഞ്ഞെടുപ്പ്, ഈ പറയുന്ന 2006 തെരഞ്ഞെടുപ്പ് വരുന്നത്. നമ്മൾ മലയോരത്ത് പാർട്ടി ഏരിയ കമ്മിറ്റി രൂപീകരിച്ചു. പുതുതായി മലയോരത്തെ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം സംഘടിപ്പിച്ചു. ചെറിയ പാർട്ടി ബ്രാഞ്ചുകളായി തുടങ്ങിയത് 300 പാർട്ടി ബ്രാഞ്ചുകളായി മാറി. വലിയ സംഘടനാ ശേഷിയുള്ള പാർട്ടിയായി നാം കരുത്ത് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് സഖാവിനെ ചാക്കോയെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കിയത്. അന്ന് സ്ഥാനാർത്ഥിയാക്കുമ്പോൾ പാർട്ടിക്ക് മുമ്പേ ഉണ്ടായിരുന്ന ഒരു പ്രധാന കാര്യം അദ്ദേഹത്തെ മത്സരിപ്പിച്ച് ജയിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. ഒരു കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെങ്കൊടി പാറാതിരുന്ന തിരുവമ്പാടി മണ്ഡലത്തിൽ തിരുവമ്പാടി പിടിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സഖാവിനെ സ്ഥാനാർത്ഥിയാക്കിയത്. 2006 സഖാവിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ വലിയ ആവേശത്തോടു കൂടി തിരുവമ്പാടി മണ്ഡലം അദ്ദേഹത്തെ ഏറ്റെടുത്തു. നമ്മളെ പാർട്ടി കഴിഞ്ഞ കാലത്തു നിന്ന് വ്യത്യസ്തമായി ഒരു സ്ഥാനാർത്ഥിയെ അരിവാൾ ചുറ്റികയിൽ മത്സരിക്കാൻ വേണ്ടി ലഭിച്ച ആവേശത്തിൽ ഇവിടെ കൈമെയ് മറന്ന് പ്രവർത്തിച്ചു. എല്ലാ അർത്ഥത്തിലും നമ്മൾ മുന്നോട്ട് പോയി. നമ്മളൊരു നല്ല പ്രകടന പത്രിക ഉണ്ടാക്കി. ചാക്കോയുടെ വീട്ടിൽ അന്നത്തെ പാർട്ടിയുടെ സെക്രട്ടറിയും ഞങ്ങളുമെല്ലാം പോയി ഇരുന്ന് ചർച്ച ചെയ്ത് ഒരു പ്രകടന പത്രിക, തിരുവമ്പാടി മണ്ഡലത്തിൽ നേരത്തെ ഒന്നും നമുക്ക് പ്രകടന പത്രിക ഉണ്ടാവാറുണ്ടായിരുന്നില്ല. ഒരു പ്രകടന പത്രിക നാം തയ്യാറാക്കി. തിരുവമ്പാടിയിലെ സമഗ്രമായ വികസനം ഊന്നിയിട്ടുള്ളതായിരുന്നു പ്രകടന പത്രിക. ആ പ്രകടന പത്രികയിൽ നാം കാണുന്ന പ്രധാന വിഷയം തിരുവമ്പാടിക്കാർക്ക് സ്വന്തമായി ഒരു കോളേജ്, സർക്കാരിൻ്റെ കോളേജ് അക്കാലത്ത് ഉണ്ടായിരുന്നില്ല. ഒരു ഉപരിപഠനത്തിന് ആവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല. ഒരു ITI ഉണ്ടായിരുന്നില്ല, പോളിടെക്നിക് ഉണ്ടായിരുന്നില്ല.
നല്ല റോഡുകൾ ഉണ്ടായിരുന്നില്ല, നല്ല ആശുപത്രികൾ ഉണ്ടായിട്ടില്ല. ഈ മണ്ഡലം രൂപീകൃതമായ കാലം മുതൽ ഇവിടെ ഭരിച്ചത് UDFിൻ്റെ പ്രതിനിധികളായിരുന്നു. നമുക്ക് സഞ്ചാരയോഗ്യമായ റോഡുകൾ പോലും ഇല്ലാത്ത, വൈദ്യുതി എത്താത്ത എത്രയോ കുഗ്രാമങ്ങൾ അക്കാലത്തുണ്ടായിരുന്നു. ആശുപത്രികളില്ലാത്ത സ്ഥിതി നമുക്കുണ്ടായിരുന്നു. ആശുപത്രികൾക്ക് പോകണമെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കണം, അല്ലെങ്കിൽ താമരശ്ശേരിയിലെ ഗവൺമെൻറ് ആശുപത്രിയിൽ പോകണം, അല്ലെങ്കിൽ മുക്കത്തെ ഗവൺമെൻറ് ആശുപത്രിയിൽ പോകണം. അതിനപ്പുറത്ത് നമുക്ക് ആശുപത്രികളെ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട സ്ഥിതിയായിരുന്നു. ഇതിൽ നിന്ന് ഒരു നിലപാട് സ്വീകരിച്ച് ഒരു മാറ്റം വന്ന് നമ്മൾ ജയിച്ചാൽ ഈ നാടിൻ്റെ അഭിവൃദ്ധിക്ക് ആവശ്യമായ പ്രവർത്തനങ്ങൾ ഉണ്ടാവണമെന്നായിരുന്നു അന്നത്തെ പ്രകടന പത്രിക. ആ പ്രകടന പത്രികയിൽ അന്ന് ആരും കണക്കിലെടുക്കാതിരുന്ന തിരുവമ്പാടിയിലെ തുഷാരഗിരി, അതുപോലെ വെണ്ടയ്ക്കുംപൊയിൽ, തിരുവമ്പാടിയിലെ കക്കാടംപൊയിൽ തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിലെ ടൂറിസം പ്രോജക്റ്റുകൾ, ടൂറിസം സാധ്യതകളെ മുൻകൂട്ടി കണ്ട് അവിടെ ടൂറിസ്റ്റുകളെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നം ആരംഭിക്കണം. അവിടേക്കെല്ലാം സംവിധാനം ഉണ്ടാക്കണം. ഒരു ടൂറിസം സർക്യൂട്ട്, കേരളത്തിൻ്റെ ആദ്യമായി ഒരു ടൂറിസം സർക്യൂട്ടിനുള്ള ധാരണ ആ പ്രകടന പത്രികയിലാണ് ഉയർന്നു വന്നത്. ആ പ്രകടന പത്രിക നമ്മൾ ജനസമക്ഷം മുന്നോട്ട് വെച്ചു. തെരഞ്ഞെടുപ്പ് വലിയ വിജയസാധ്യതയോടുകൂടി മുന്നോട്ട് പോയ ഘട്ടത്തിലാണ് ആ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണുന്നതിൻ്റെ 2 ദിവസം മുമ്പാണ് സഖാവ് ചാക്കോയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. വോട്ടെണ്ണതിൻ്റെ 2 ദിവസം മുമ്പ് കോഴിക്കോട്ട് സിൽവർ, നമ്മുടെ വെള്ളിമാട് കുന്നിലെ ലോ കോളേജിൽ ഞങ്ങൾ ചാക്കോയുടെ കൂടെ പോയിരുന്നു. വലിയ ക്ഷീണത്തിലാണ് സഖാവ് ഉണ്ടായിരുന്നത്. തുടർച്ചയായ കഫം അദ്ദേഹത്തെ വേട്ടയാടിയിരുന്നു. ചുമ വല്ലാതെ ഉണ്ടായിരുന്നു. അപ്പോൾ സഖാവിനോട് ആശുപത്രിയിൽ പോകണമെന്ന് ഞങ്ങൾ തന്നെയാണ് പറഞ്ഞത്. അടിയന്തരമായി പോകണം, വോട്ടെണ്ണീട്ട് പോകാം എന്ന നിലപാടാണ് സഖാവ് സ്വീകരിച്ചത്. പക്ഷെ അതിന് കാത്തു നിൽക്കാതെ പോകണം എന്ന ഞങ്ങളുടെ അഭ്യർത്ഥന കൂടി സഖാവ് ചെവിക്കൊണ്ടത് കൊണ്ടാവാം അദ്ദേഹം ആശുപത്രിയിൽ അഡ്മിറ്റായ ഉടനെ തന്നെ ഒരു കാര്യം ബോധ്യപ്പെട്ടു: സഖാവിന് കാര്യമായ അസുഖമുണ്ട്. അങ്ങനെയാണ് സഖാവിന് ലേക്ക് ഷോറിലേക്ക് കൊണ്ടുപോകുന്നത്. ലേക്ക് ഷോറിൽ വെച്ച് അദ്ദേഹത്തിന് ലുക്കീമിയ, ബ്ലഡ് ക്യാൻസറാണ് എന്ന് തെളിഞ്ഞു. പിന്നീട് അദ്ദേഹത്തിന് തിരിച്ചു വരാൻ കഴിഞ്ഞില്ല. വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ ഈ മണ്ഡലത്തിൽ 5000-ലധികം വോട്ടുകൾക്ക് സഖാവ് ജയിച്ചു. മണ്ഡലത്തിൽ വലിയ ആവേശമായിരുന്നു, വലിയ ആഘോഷമായി. ചുവപ്പ് കൊടി കാണാത്ത ഞങ്ങളുടെ നാട്ടിൽ ആദ്യമായി ചുവപ്പ് പതാക ഉയർന്നു. നമ്മുടെ നാട്ടിൽ വലിയ ആവേശപൂർവ്വം ജനങ്ങൾ ആ തെരഞ്ഞെടുപ്പിനെ വരവേറ്റു. പക്ഷേ ഞങ്ങളുടെ പ്രയാസം, അതിന് നേതൃത്വം നൽകാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട MLA ഉണ്ടായില്ല എന്നുള്ളതാണ്. ലേക്ക് ഷോർ ആശുപത്രിയിൽ കടന്ന് അദ്ദേഹം ആ വിജയം ആഘോഷിച്ചു. ആശുപത്രിയിൽ നിന്ന് തന്നെയാണ് സഖാവ് സത്യപ്രതിജ്ഞ ചെയ്തത്. ആശുപത്രിയിൽ നിന്ന് ചുരുക്കം ചില സഖാക്കളെയാണ് സഖാവ് വിളിച്ചിരുന്നത്. അക്കൂട്ടത്തിൽ ഒരാളായിരുന്നു ഞാനും. എന്നെയും സഖാവ് വിളിച്ചിരുന്നു. ഞാൻ അക്കാലത്ത് കാരശ്ശേരി പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു. തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷം നൽകിയിരുന്ന ഒരു പ്രദേശമായിരുന്നു ഞങ്ങളുടെ പഞ്ചായത്ത്. അവിടെ സഖാവ് ഒട്ടേറെ കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തിനോട് സംസാരിച്ചിരുന്നു. MLA ആയാൽ നമുക്ക് ഒരുപാട് സാധ്യതകളെക്കുറിച്ച് സംസാരിച്ചിരുന്നു. നമുക്ക് ഈ മണ്ഡലത്തിൽ ചെയ്യേണ്ട പ്രത്യേകതകളെക്കുറിച്ച്, പ്രശ്നങ്ങളെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ സഖാവ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, ഞാൻ ഉടനെ വരും എന്നുള്ള ഉറപ്പായിരുന്നു സഖാവ് അന്ന് നൽകിയിരുന്നത്. ഞാൻ വരും, തിരിച്ചു വരും, നമുക്ക് ഒട്ടേറെ കാര്യങ്ങൾ അവിടെ ചെയ്യാനുണ്ട്, നമുക്ക് ഒരുപാട് പദ്ധതികൾ ചെയ്യാനുണ്ട് എന്നാണ് സഖാവ് പറഞ്ഞത്. ഞാൻ മറുപടിയായി സഖാവിനോട് പറഞ്ഞത്, ഞങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു, വേഗം വരൂ, തിരിച്ചു വരൂ, നമുക്ക് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് ഞാനും മറുപടി പറഞ്ഞു. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് മടങ്ങി വരാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ ചേതനയറ്റ ശരീരമാണ് തിരിച്ചു വന്നത്. അതാണ് തിരുവമ്പാടിക്കാർ കാണേണ്ടി വന്നത്. മലയോരത്ത് അന്ന് നടന്നിട്ടുള്ള ഏറ്റവും വലിയ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള വലിയ റാലിയാണ് അന്ന് നടന്നത്. ആയിരക്കണക്കിന് ആളുകളാണ് ആ പരിപാടിയിൽ പങ്കെടുത്തത്. ഞങ്ങളെ നാട് ദർശിക്കാത്ത നിലയിലുള്ള വലിയ ജനപിന്തുണയാണ് അദ്ദേഹത്തിനുള്ള ആദരവും സ്നേഹവും എത്രമാത്രമുണ്ട് എന്ന് തെളിയിക്കുന്നതായിരുന്നു അന്നത്തെ റാലി. അന്നത്തെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള, അദ്ദേഹത്തിൻ്റെ മൃതശരീരവും വഹിച്ചുകൊണ്ടുള്ള റാലി. ഇന്നത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ, അന്നത്തെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് അതിന് നേതൃത്വം നൽകിയത്. സഖാവിനെ അടക്കാൻ പാർട്ടിയുടെ തിരുവമ്പാടി ലോക്കൽ കമ്മിറ്റി ആഫീസിൻ്റെ വരാന്തയിൽ അന്ന് സ്ഥലമുണ്ടായിരുന്നില്ല. സ്ഥലം വിലക്കി വാങ്ങി അവിടെയാണ് സഖാവിനെ അടക്കിയത്. അത് പിന്നീട് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചു എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ സഖാവിനെ പോലെ ഒരാളെ പള്ളിയിൽ അടക്കേണ്ടതില്ല. പകരം നമുക്ക്
ഇവിടെ തന്നെ പാർട്ടി ഓഫീസിൽ തന്നെ അടയ്ക്കിയാൽ മതി അന്നത്തെ പാർട്ടി തീരുമാനം നാം നടപ്പാക്കുകയാണ് ചെയ്തത്. അതിനെ തുടർന്ന് നമുക്ക് ചില പ്രശ്നങ്ങൾ പ്രദേശത്ത് ഉയർന്നു വരാനിടയായി എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതിനെയെല്ലാം നേരിട്ട് കൊണ്ടാണ് നമ്മളെ പാർട്ടി ഉയർന്നു വന്നത്, പ്രവർത്തിച്ച് മുന്നോട്ട് പോയത്. സഖാവിൻ്റെ വേർപാടുണ്ടായിട്ട് 19 വർഷം പൂർത്തിയായിരിക്കുന്നു. ഈ 19 വർഷവും സഖാവിൻ്റെ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. 19 വർഷം കഴിയുമ്പോഴും ഇന്നലെ നടന്നതുപോലെ നമ്മൾക്ക് സഖാവിന് ഓർമ്മയുണ്ട്. സഖാവിൻ്റെ ഓരോ ചലനങ്ങളും, സഖാവിൻ്റെ പ്രസംഗങ്ങൾ, സഖാവിൻ്റെ നടത്തം, സഖാവിൻ്റെ രൂപം, ഇതെല്ലാം ഇപ്പോഴും ഞങ്ങളുടെ മുന്നിലുണ്ട്. സഖാവ് നേതൃത്വം നൽകിയ പ്രക്ഷോഭങ്ങളും തീപാറുന്ന പ്രസംഗങ്ങളും ഞങ്ങളുടെ മുന്നിലുണ്ട്. സഖാവിൻ്റെ ഓർമ്മയാണ് തിരുവമ്പാടിക്കാർക്ക് ഞങ്ങളുടെ പ്രസ്ഥാനത്തെ കൂടുതൽ കരുത്തോടു കൂടി മുന്നോട്ട് നയിക്കാൻ കഴിയുന്നത്. സഖാവിൻ്റെ മരണശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സഖാവ് ജോർജൻ തോമസിനെ സ്ഥാനാർത്ഥിയാക്കി. ജോർജൻ തോമസിനെ വിജയിപ്പിക്കുന്നതിനു വേണ്ടി സംസ്ഥാനത്ത് അന്ന് ഭരണമുണ്ടായിരുന്നു. ആ ഭരണത്തിന് നേതൃത്വം നൽകുന്ന എല്ലാവരും വന്നു ചേർന്നു. വലിയ ഒരു സമരം, ആ തെരഞ്ഞെടുപ്പ് സമരത്തിൽ നാം ചെറിയ വോട്ടുകൾക്കാണെങ്കിലും ഇവിടെ വിജയിച്ചു. അതിനെ തുടർന്ന് ചാക്കോ നടപ്പാക്കുമെന്ന് കരുതിയിരുന്ന ഒട്ടേറെ വാഗ്ദാനങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. ആ പ്രവർത്തനങ്ങളാണ് തിരുവമ്പാടിയെ ഇന്ന് കാണുന്ന തിരുവമ്പാടിയായി മാറ്റിയത്. തിരുവമ്പാടിയിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്കെല്ലാം മനസ്സിലാവും തിരുവമ്പാടി മണ്ഡലം എത്രമാത്രം മുന്നോട്ട് പോയിട്ടുണ്ടെന്ന്. ഇന്ന് കേരളത്തിലെ ഏത് മണ്ഡലത്തെ അപേക്ഷിച്ചും, ഏത് നഗരപ്രദേശത്തെ മണ്ഡലത്തെ അപേക്ഷിച്ചും, നഗരങ്ങളെ അപേക്ഷിച്ചും തിരുവമ്പാടിയിലെ റോഡുകൾ ഏറ്റവും മികച്ച റോഡുകളാണ്. തിരുവമ്പാടിയിലെ ആശുപത്രി ഏറ്റവും മികച്ചതാണ്. തിരുവമ്പാടിയിലെ സ്കൂളുകൾ ഏറ്റവും മികച്ചതാണ്. തിരുവമ്പാടിയിലെ ഇന്ന് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ടെക്നിക്കൽ സ്കൂൾ ഉണ്ടായിരുന്നു, ITI ഞങ്ങൾ സ്ഥാപിച്ചു. പോളിടെക്നിക് അനുവദിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കാനിടയായി. അതിനെല്ലാം നേതൃത്വം നൽകുന്നതിന് വേണ്ടി ജോർജൻ തോമസ്, തുടർന്ന് നമ്മളെ MLA ആയി വന്നിരിക്കുന്ന ഏറ്റവും ചെറുപ്പക്കാരനായ MLA സഖാവ് ലിൻഡോ ജോസഫും എല്ലാം ചേർന്ന് തിരുവമ്പാടിയെ അതിപുരോഗതിയിലേക്ക് ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ സർക്കാർ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒന്നാം ഭരണം ഉണ്ടാവുകയും ഇപ്പോൾ രണ്ടാം ഭരണം ഉണ്ടാവുകയും ചെയ്തിരിക്കുകയാണ്. ഈ 2 ഭരണത്തിലും തിരുവമ്പാടിയിൽ ഞങ്ങൾ നടപ്പാക്കുന്നത് തിരുവമ്പാടിയിലെ ജനങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒട്ടേറെ പദ്ധതികളാണ്. ഈ പദ്ധതികളെല്ലാം നടപ്പാക്കുമ്പോൾ നമ്മൾ കാണേണ്ടത് കേരളത്തിൽ ഒരു ഇടതുപക്ഷ സർക്കാരുണ്ട് എന്നുള്ളതാണ്. കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ നമ്മൾ എതിരാളികൾ കണക്കാക്കിയത് 5 കൊല്ലം കഴിഞ്ഞാൽ UDF ആണ് വരിക. ആ UDFിൻ്റെ ഭരണം ആയിരിക്കും വരാൻ പോകുന്നത് എന്ന ധാരണയാണ് അവർക്കുണ്ടായിരുന്നത്. കേരളത്തിൻ്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ആദ്യത്തെ 30 വർഷം, ആ 30 വർഷത്തിൽ 7 വർഷം മാത്രമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിച്ചത്. പിന്നീടുള്ള 30 വർഷം എടുത്ത് പരിശോധിച്ചാൽ ആ 30 വർഷത്തിൽ 20 വർഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭരിച്ചിരിക്കുന്നത്. UDF 10 വർഷം മാത്രമാണ് ഭരിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ 3ാം ഘട്ട തെരഞ്ഞെടുപ്പിന് വേണ്ടി രംഗത്ത് നിൽക്കുകയാണ്. നമ്മളൊരു തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നിൽ നിൽക്കുകയാണ്. ആ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ജയിക്കാനാവുമെന്ന പൂർണ്ണ വിശ്വാസമാണ് നമുക്കുള്ളത്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും സാധാരണ നിലയിൽ കേരളത്തിൽ നടക്കുന്ന ഒരു രീതി, സംസ്ഥാനത്ത് ആരാണോ ഭരിക്കുന്നത് ആ ഭരിക്കുന്നവർക്കെതിരായിട്ടുള്ള കാഴ്ചപ്പാടാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തുണ്ടാവുക. എന്നാൽ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഭരണം നടത്തിയിരുന്ന നമ്മുടെ മുന്നണിക്കാണ് 65% സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഭരിക്കാൻ വേണ്ടി സാധിച്ചത്. ഇതൊരു ചെറിയ കാര്യമല്ല, അതൊരു ചൂണ്ടുപലകയായിരുന്നു. രണ്ടാമതും നമ്മൾ സംസ്ഥാനത്ത് അധികാരത്തിൽ വന്നു. ഇപ്പോൾ മൂന്നാമത്തെ തെരഞ്ഞെടുപ്പിന് വേണ്ടി നിൽക്കുകയാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമുക്ക് ജയിക്കാൻ വേണ്ടി സാധിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് നാം പോകുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മാത്രമല്ല, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3ാം വട്ടം നമ്മുടെ സർക്കാർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നാം നേതൃത്വം നൽകണം. നമ്മുടെ സംസ്ഥാന സർക്കാർ ഉണ്ടായതിൻ്റെ ഭാഗമായി, തുടർച്ചയുണ്ടായതിൻ്റെ ഭാഗമായി നടത്തിയിട്ടുള്ള മാറ്റങ്ങളെ നമ്മൾ കാണാതിരിക്കരുത്. ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നിരിക്കുന്നു. ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ കണ്ണഞ്ചിപ്പിക്കുന്ന നിലയിൽ നാം നടത്തിയിരിക്കുന്നു. കേരളത്തിൽ നല്ല റോഡ്, ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ റോഡ് ഉണ്ടാവുക എന്നുള്ളത് നമ്മുടെ എത്രയോ കാലത്തെ കാഴ്ചപ്പാടാണ്. നാഷണൽ ഹൈവേ അതോറിറ്റി എന്ന് പറയുന്ന സംവിധാനം 1960-ലാണ് രൂപീകൃതമായത്. 80-കളിലാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഉണ്ടാവുന്നത്.
അങ്ങനെ ഉണ്ടായിട്ടുള്ള ഹൈവേ ഉണ്ടാവാൻ 2025 വരെ നമ്മുടെ നാട്ടിൽ കാത്തിരിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഒരു പ്രശ്നം. 2020 നമ്മുടെ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോഴാണ്, ആദ്യമായി 2016 നമ്മളെ ഗവൺമെന്റ് വരുമ്പോഴാണ് ഇതിനെ സംബന്ധിച്ച് ആലോചനകൾ നടന്നത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് നാഷണൽ ഹൈവേ അതോറിറ്റിക്കാരെ പോയി കൊണ്ടുവന്ന് തിരിച്ചുകൊണ്ട് വന്ന് ഇവിടെ ഓഫീസ് നമ്മൾ തുറക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഓഫീസ് പൂട്ടിപ്പോയതായിരുന്നു. ആ സംവിധാനം നമ്മൾ നാഷണൽ ഹൈവേ എന്ന് പറയുന്ന സംവിധാനം നമ്മളിപ്പോൾ നടപ്പാക്കി. ആ നാഷണൽ ഹൈവേയുടെ പ്രവർത്തനം തുടങ്ങുമ്പോൾ എന്തെല്ലാം പ്രചരണങ്ങളാണ് നമ്മുടെ മുന്നിലുണ്ടായിരുന്നത് നമുക്കറിയാം. വലിയ സമരങ്ങൾ, നമുക്കെതിരായി എല്ലാവരും ഒത്തുചേർന്നു. RSSും BJPയും കോൺഗ്രസും ലീഗും ഞങ്ങളുടെ നാട്ടിൽ ജമായത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള എല്ലാം ഒറ്റക്കെട്ടായി നിന്നാണ് നാഷണൽ ഹൈവേയുടെ പ്രവർത്തനം തടഞ്ഞത്. പക്ഷേ സർക്കാരിന്റെ നിശ്ചയദാർഢ്യം കൊണ്ട്, സഖാവ് പിണറായി വിജയനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് നാഷണൽ ഹൈവേ നടപ്പാക്കാൻ കഴിഞ്ഞത്. നാട്ടിലെ ജനങ്ങൾക്ക് പണം കൊടുത്തു, അവർക്ക് കൃത്യമായി പണം കൊടുത്ത്, അവരുടെ അക്കൗണ്ടിൽ പണം കൊടുത്തു, അവരെ മാറ്റിപ്പാർപ്പിക്കേണ്ടവരെ മാറ്റിപ്പാർപ്പിച്ചു, ഭൂമി ഏറ്റെടുത്ത് നാഷണൽ ഹൈവേക്ക് അതോറിറ്റിക്ക് നൽകി. ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയിലെ ഒരു സംസ്ഥാനം 7400 കോടി രൂപയാണ് നാഷണൽ ഹൈവേ നിർമ്മിക്കുന്നതിന് വേണ്ടി ചെലവഴിച്ചത് എന്ന് കേൾക്കുമ്പോഴാണ് നമ്മുടെ നാട്ടിലെ നാഷണൽ ഹൈവേ എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത നമുക്ക് മനസ്സിലാവുക. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഒരു സംസ്ഥാന സർക്കാരും കേന്ദ്രത്തിന് പണം കൊടുത്തിട്ടില്ല നാഷണൽ ഹൈവേ ഉണ്ടാക്കാൻ. പക്ഷേ നമ്മൾ പണം കൊടുത്തു. പണം കൊടുത്താണെങ്കിലും നാഷണൽ ഹൈവേ നമ്മുടെ നാട്ടിൽ വരണമെന്ന ഉദ്ദേശമാണ് നമുക്കുണ്ടായിരുന്നത്. ഞങ്ങളുടെ നാട്ടിലെ ഒരു പ്രത്യേകത, ഞങ്ങൾ മലയോരത്ത് താമസിക്കുന്നവരാണ്. ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വലിയ നേട്ടം ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് മലയോര പാതയാണ്. മലയോര ഹൈവേ, ഹിൽ ഹൈവേ എന്ന് പറയുന്ന പദ്ധതിയാണ്. ഏകദേശം 250 കോടി രൂപയാണ്, 243 കോടി രൂപയാണ് മലയോര ഹൈവേക്ക് വേണ്ടി ഞങ്ങളുടെ മണ്ഡലത്തിൽ തിരുവമ്പാടിയിൽ മാത്രം ലഭിച്ചിരിക്കുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 6000 കോടി രൂപയാണ് സംസ്ഥാനത്തെ സർക്കാർ മലയോരത്ത് കൂടി ഒരു പാത ഉണ്ടാക്കാൻ വേണ്ടി നടപ്പാക്കിയിരിക്കുന്നത്. ഞങ്ങൾ നേരത്തെ പറഞ്ഞ ടൂറിസം കോറിഡോർ, ചാക്കോയുടെ സ്വപ്നം അതുവഴി നടപ്പാവുകയാണ്. ഞങ്ങളുടെ വെണ്ടയ്ക്കംപൊയിലേക്കും ഞങ്ങളുടെ കക്കാടംപൊയിലേക്കും ഞങ്ങളുടെ തുഷാരഗിരിയിലേക്കും എല്ലാം നല്ല സ്മൂത്തായ ഏറ്റവും ഭംഗിയുള്ള ഹൈവേ രൂപപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഈ സംസ്ഥാനത്ത് നടപ്പാക്കുന്ന മറ്റൊരു പദ്ധതിയാണ് തീരദേശ ഹൈവേ. തീരദേശത്ത് കൂടി ഒരു റോഡ് ഉണ്ടാക്കിയിരിക്കുന്നു. അതിനും 6000, 5500, 6000 കോടി രൂപ ചെലവിലാണ് അവിടെയും പദ്ധതി നടപ്പാക്കിയിരിക്കുന്നത്. കൊച്ചിയിലേക്ക് നോക്കിയാൽ നമുക്ക് ജല മെട്രോ കാണാം. എത്ര ലക്ഷം ആളുകളാണ് യാത്ര ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് 10 ദ്വീപുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു മെട്രോ സംവിധാനം ജലപാതയായി തെരഞ്ഞെടുത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്, ജലമെട്രോ. ആ ജലമെട്രോയുടെ പ്രവർത്തനം ഏറ്റവും ശ്ലാഘനീയമായ നിലയിൽ ഇപ്പോൾ നടന്നു വരികയാണ്. ജലമെട്രോ കഴിഞ്ഞാൽ സാധാ മെട്രോ എറണാകുളത്തുണ്ട്. അത് അങ്കമാലി മുതൽ അങ്ങ് നീണ്ടു പോയിരിക്കുന്നു. ആ ജലമെട്രോയും സാധാ മെട്രോയും ഇപ്പോൾ യോജിപ്പിക്കുന്ന പ്രവർത്തനത്തിലാണ് സംസ്ഥാന സർക്കാർ ഉള്ളത്. നിങ്ങൾ അങ്ങ് വിഴിഞ്ഞത്തേക്ക് പോയാൽ തിരുവനന്തപുരം ജില്ലയിൽ വിഴിഞ്ഞം എന്ന് പറയുന്ന ഒരു പോർട്ട് ആരംഭിച്ചിരിക്കുന്നു. ആ പോർട്ടിന്റെ പ്രത്യേകത എന്താണ്? വിയറ്റ്നാം എന്ന് പറയുന്ന രാജ്യം, കൊച്ചു രാജ്യം, ആ കൊച്ചു രാജ്യത്തിന്റെ വികസനത്തിൽ ഏറ്റവും വലിയ പങ്ക് നൽകിയതാണ്. വികസന നേട്ടമുണ്ടാക്കിയ, വലിയ മുന്നേറ്റമുണ്ടാക്കിയ ഒരു പോർട്ടാണ് വിയറ്റ്നാം പോർട്ട്. ദുബായ് പോർട്ട് മറ്റൊന്നാണ്. ദുബായിയുടെ വികസനത്തിൽ വലിയ നാഴികക്കല്ലായി പ്രവർത്തിച്ചതാണ് ദുബായ് പോർട്ട്. അതുപോലെയാണ് വിഴിഞ്ഞം പോർട്ട്. വിഴിഞ്ഞം 2030 ആകുമ്പോഴത്തേക്ക് 2ാം ഘട്ട പ്രവൃത്തി തുടങ്ങണമെന്ന് കാണിച്ചെടുത്ത് ഇപ്പോൾ 2025 2ാം ഘട്ട പ്രവൃത്തി നാളെ ആരംഭിക്കുകയാണ്. 2ാം ഘട്ട പ്രവൃത്തി പൂർത്തിയായാൽ 2040 മുമ്പ് പൂർത്തിയാക്കേണ്ടതാണ്. ആ 2030-35 ആകുമ്പോഴത്തേക്ക് അത് പൂർത്തിയാവും. അങ്ങനെ വന്നാൽ ഈ സംസ്ഥാനത്തിന്റെ സമഗ്രമായ വികസനത്തിന് വിഴിഞ്ഞം പോർട്ട് വഴിയൊരുക്കും. നമ്മളെ എയർപോർട്ട്, കണ്ണൂർ എയർപോർട്ട്, കോഴിക്കോട് എയർപോർട്ടിന്റെ വികസനം, ശബരിമലയിൽ എയർപോർട്ട്, ഇങ്ങനെ ധാരാളം സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ എയർപോർട്ട് മേഖലയിൽ നടക്കുന്നു. കേരളത്തിൽ, ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ എയർപോർട്ടുള്ള സംസ്ഥാനമായി കേരളം മാറുകയാണ്. ഇതൊരു ചെറിയ കാര്യമായിട്ട് കണക്കാക്കാൻ കഴിയില്ല. വേഗതയിൽ കാര്യങ്ങൾ നടപ്പാക്കണമെന്നാണ് നമ്മൾ സംസ്ഥാന ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. നമുക്കൊരു റെയിൽവേ വേണം, റെയിൽ എന്ന് പറയുന്ന നിലയിൽ വേണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു. പക്ഷെ അത് നടപ്പാക്കാൻ നമ്മൾ എതിരാളികൾ സമ്മതിച്ചില്ല. നമുക്ക് നമ്മുടെ സംസ്ഥാനത്ത് കൂടിയാണ് നമ്മുടെ ഗ്യാസ് ഇത് പോകുന്നത്, ഗ്യാസ് ലൈൻ പോകുന്നത്. ആ ഗ്യാസ് ലൈൻ പോകുന്നതിന് വലിയ പ്രക്ഷോഭം നടന്ന നാടാണ് നമ്മുടെ നാട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, നമ്മുടെ നാട്ടിൽ വലിയ സമരം ജമാഅത്തെ ഇസ്ലാമിയുടെ എല്ലാം നേതൃത്വത്തിൽ റോഡിൽ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, റോഡിൽ പത്രം വിരിച്ച് നിസ്കരിച്ച അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയാണ് നേതൃത്വം നൽകിയത്. ഞങ്ങളുടെ നാട്ടിൽ എരഞ്ഞിമാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് അത്തരം കാര്യങ്ങൾ നടന്നത്.
ആ സ്ഥലം ഏറ്റെടുക്കലായിരുന്നു. സ്ഥലം ഏറ്റെടുക്കുമ്പോൾ ഇത് ഭൂഗർഭത്തിൽ പൊട്ടിത്തെറിച്ച് വലിയ പൊട്ടിത്തെറി ഉണ്ടാവും എന്നായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ ആ കാലത്തെ വലിയ പ്രസംഗം. കോൺഗ്രസും ലീഗും BJP എല്ലാം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ പിണറായി വിജയനും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരള ഗവൺമെന്റും സ്വീകരിച്ച നിലപാടിന്റെ ഭാഗമായി ആ ലൈൻ ഇപ്പോൾ പോകുന്നുണ്ട്. 3-4 കൊല്ലമായി അതിലൂടെ ഗ്യാസ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കുഴപ്പവും ഇപ്പോൾ ഉണ്ടാവുന്നില്ല, ഒരു പ്രയാസവും ഇപ്പോൾ ഇല്ല. സംസ്ഥാനത്തെ റോഡുകൾ മാറിയത് ഞാൻ പറഞ്ഞു, ആശുപത്രികൾ മാറി, നല്ല ആശുപത്രികളായി. എത്ര ഭംഗിയായിട്ടാണ് നമ്മൾ ആശുപത്രികൾ നടക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര ഭംഗിയായിട്ടാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. നമ്മുടെ താലൂക്ക് ആശുപത്രികൾ, നമ്മുടെ താഴെ നിലനിൽക്കുന്ന ആശുപത്രികൾ, ഇതെല്ലാം നല്ല റേറ്റിംഗിൽ മാറിയല്ലോ. ഇന്ത്യയിൽ ഏറ്റവും നല്ല ആശുപത്രി സംവിധാനമുള്ള സംസ്ഥാനമായി നമ്മുടെ ഗവൺമെന്റ് മാറ്റിയല്ലോ. താലൂക്ക് ആശുപത്രികളിൽ പോലും ഓപ്പറേഷൻ നടക്കുന്ന സംഗതികളായി മാറിയല്ലോ. അവയവമാറ്റം ഏറ്റവും കൂടുതൽ നടക്കുന്ന സംസ്ഥാനമായി നമ്മൾ മാറിയല്ലോ. അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്ക് മാത്രമായി കോഴിക്കോട്ട് ചേവായൂരിൽ 500 ബെഡുള്ള പുതിയ ആശുപത്രി 500 കോടി രൂപ ചെലവിൽ നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുന്നു എന്ന ഏറ്റവും സന്തോഷകരമായിട്ടുള്ള നിമിഷം നമുക്ക് പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ അവയവ മാറ്റം, കിഡ്നി ആവട്ടെ, കരളാവട്ടെ, അതുപോലെയുള്ള സംഗതികളാവട്ടെ, വേഗതയിൽ മാറ്റം വരുത്തി ഈ എന്താ പറയുക, നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ, ഇന്ത്യയിൽ മാത്രമല്ല ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ അവയവ മാറ്റം നടത്തുന്ന നാടായി നമ്മുടെ നാട് മാറണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. വിദേശത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ വന്നിട്ട് അവയവ മാറ്റം നടത്തി പോകണം. അതിനാവശ്യമായ സംവിധാനങ്ങളിലേക്ക് നമ്മുടെ നാട് പോവുകയാണ്. നമ്മളെ സ്കൂളുകൾ നോക്കൂ നിങ്ങൾ. സ്കൂളുകൾ എത്രമാത്രം ഭംഗിയായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. എത്രമാത്രം കുട്ടികൾക്ക് നല്ല ഉടുപ്പ്, കുഞ്ഞുടുപ്പ് ഗവൺമെന്റ് കൊടുക്കുകയല്ലേ. പുസ്തകം നേരത്തെ കുഞ്ഞാലിക്കുട്ടിയുടെയും ഉമ്മൻചാണ്ടിയുടെയും കാലത്ത് ഓണം നേരത്തെ വന്നതുകൊണ്ടാണ് പരീക്ഷ വൈകിയത് എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളുണ്ടല്ലോ. പുസ്തകം കൊടുക്കാൻ കഴിയാത്ത ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, അച്ചടിശാലയിലെ പ്രശ്നമാണ് എന്ന് പറഞ്ഞ കാലം ഉണ്ടായിരുന്നല്ലോ. അങ്ങനെയല്ലല്ലോ ഇപ്പോൾ പറയുന്നത്. സ്കൂളുകൾ അടയ്ക്കുന്നതിന് മുമ്പേ പുസ്തകം കൊടുക്കുന്ന നാടായി നമ്മുടെ നാട് മാറിയില്ലേ. എത്ര ഭംഗിയായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഒരു ശംഖു എന്ന് പറയുന്ന കുട്ടിയെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അംഗനവാടിയിൽ പഠിക്കുന്ന ശംഖു പറഞ്ഞു, അമ്മയോടാണ് പറഞ്ഞത്, എന്ത്, എനിക്ക് ഉപ്പുമാവ് മാറ്റിയിട്ട് എനിക്ക് ബിരിയാണി വേണം എന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? ആ ശംഖുവിന്റെ വാക്ക് കടമെടുത്ത് അത് നാട്ടിലാകെ പ്രചരിച്ചപ്പോൾ നമ്മുടെ വീണ ജോർജ് മന്ത്രി അത് കാണാനിടയായി. ശംഖുവിനെ വിളിച്ചു, ശംഖുവിന്റെ ആഗ്രഹം ചോദിച്ചു. അപ്പൊ പറഞ്ഞു, എനിക്ക് ബിരിയാണി വേണം. ആ ബിരിയാണി ഇപ്പൊ കൊടുക്കാൻ തുടങ്ങിയല്ലോ. ശംഖുവിന്റെ ആഗ്രഹം നടന്നു. ശംഖുവിന്റെ ആഗ്രഹം മാത്രമല്ല, കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും മികച്ച ബിരിയാണിയും അതുപോലെ പുലാവോയും ഉൾപ്പെടെ പായസവും ചോറും ഉൾപ്പെടെയുള്ള പച്ചക്കറിയും എല്ലാം കൊടുക്കുന്ന നിലയിലേക്ക് നമ്മുടെ സംസ്ഥാനത്തെ സ്കൂളുകൾ മാറിയില്ലേ? ഇത് ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല, ലോകത്താകെ മാതൃകയായ പദ്ധതിയായി അത് മാറിയല്ലോ. നമ്മൾ വിദ്യാഭ്യാസ മേഖലയിൽ സ്കൂളുകളുടെ കാര്യത്തിൽ മാത്രമല്ല, ഹയർ എഡ്യൂക്കേഷൻ മേഖലയിലും നമ്മൾ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയില്ലേ? സാധാരണയായി പറഞ്ഞുകൊണ്ടിരുന്നത് ഹയർ എഡ്യൂക്കേഷൻ നമ്മൾ പുറകിലാണ്, നമ്മളെ കുട്ടികൾ വിദേശത്ത് പോവുകയാണ് എന്നാണ്. ഇപ്പോഴെങ്ങനെയാണ്? ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലെ 81 രാജ്യങ്ങളിൽ നിന്ന് കുട്ടികൾ നമ്മളെ മഹാത്മാഗാന്ധി സർവകലാശാലയിലും തിരുവനന്തപുരത്തെ സർവകലാശാലയിലും എല്ലാം വന്ന് പഠിക്കുന്നുണ്ട് എന്നുള്ളത് അഭിമാനകരമായ കാര്യമായി നാം കാണുകയല്ലേ. കൊച്ചിൻ സർവകലാശാലയിൽ മാത്രം 68 രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ വന്ന് പഠിക്കുകയല്ലേ. 1800-3000 കുട്ടികൾ പുറത്ത് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഒന്ന് പഠിക്കുന്നു നമ്മുടെ സംസ്ഥാനത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് സ്ഥിതി? ആദ്യത്തെ 10 റാങ്കിങ്ങിൽ ആദ്യത്തെ 10 കോളേജുകൾ ഇന്ത്യ രാജ്യത്ത് എടുത്ത് പരിശോധിച്ചാൽ അതിൽ 2 യൂണിവേഴ്സിറ്റികൾ നമ്മുടെ നാട്ടിൽ നിന്നാണ്. കേരളയും മഹാത്മാഗാന്ധി സർവകലാശാലയുമാണ്. ഇതൊരു ചെറിയ കാര്യമല്ല. കോഴിക്കോട് സർവകലാശാല 47-ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത, ഞാൻ മറ്റു വിശദാംശത്തിലേക്ക് പോകുന്നില്ല, എണ്ണിയാൽ ഒടുങ്ങാത്ത വികസന പ്രവർത്തനങ്ങളാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാമൂഹ്യ മേഖലയിൽ നിങ്ങൾ നോക്കൂ, 5 ലക്ഷം ആളുകൾക്ക് വീട് കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അത് 6.25 ലക്ഷമായി മാറിയിരിക്കുന്നു. ലോകത്തിൽ എവിടെയെങ്കിലും ഒരു ഭരണാധികാരി 5 ലക്ഷം വീട് കൊടുത്തതായി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു ഭരണാധികാരിയെ ലോകത്തുള്ളൂ. ആ ഭരണാധികാരിയുടെ പേര് പിണറായി വിജയൻ എന്നാണ്. ആ ഭരണാധികാരിയുടെ ദീർഘദൃഷ്ടിയാണ് അതിനെല്ലാം വഴിവെച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമാണ് 5 ലക്ഷം ആളുകൾക്ക്. 5 ലക്ഷം എന്നുള്ളത് 4.25 ലക്ഷം ഇപ്പോൾ പൂർത്തിയായി. 1.25 ലക്ഷം ആളുകൾക്ക് കൂടി അതിന്റെ അഗ്രിമെന്റ് വെച്ച് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു വലിയ ചരിത്ര നേട്ടമായി മാറുകയാണ്. നിങ്ങൾ നോക്കൂ, നമ്മുടെ പെൻഷൻ 45 രൂപയ്ക്ക് തുടങ്ങിയതാണ് പെൻഷൻ. 45 100ആയി, 100 110ആയി, പിന്നീട് 200ആയി, 300ആയി, 500ആയി, 600ആയി. നമ്മുടെ ഗവൺമെന്റ് വന്നപ്പോൾ 1000 ആക്കി, ഇപ്പോൾ 1600 ആക്കി.
1600 രൂപ പ്രതിമാസം കൊടുക്കുകയാണ്. നമ്മളെ ഗവൺമെന്റ് വരുമ്പോൾ 32 ലക്ഷം ആളുകൾക്കാണ് പെൻഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ 72 ലക്ഷം ആളുകൾക്ക് 1600 രൂപ വെച്ച് കൊടുക്കുന്ന ഈ ദക്ഷിണ ഇന്ത്യയിലെ മാത്രമല്ല, ഏഷ്യയിലെ മാത്രമല്ല, ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സംവിധാനമായി ഈ പെൻഷൻ സംവിധാനത്തെ മാറ്റിയില്ലേ? ഇത് വേറെ ഏതെങ്കിലും ഒരു നാട്ടിൽ ഇത്തരം ഒരു സംവിധാനമുണ്ടോ? 72 ലക്ഷം ആളുകൾക്ക് അവന്റെ വീടുകളിൽ 1600 രൂപ വെച്ച് മാസം കൊണ്ടു കൊടുക്കുന്ന ഒരു രീതി എവിടെയെങ്കിലും ഉണ്ടോ? ഉമ്മൻചാണ്ടിയുടെ കാലത്തായിരുന്നല്ലോ പെൻഷൻ 18 മാസക്കാലത്തെ പെൻഷൻ കുടിശ്ശികയായിരുന്നു എന്ന് നമ്മൾ കണക്കാക്കണം. 18 മാസക്കാലം കുടിശ്ശികയായിരുന്നു പെൻഷൻ. ആ 18 മാസക്കാലത്തെ പെൻഷൻ കുടിശ്ശിക തീർത്താണ് നമ്മൾ 1600 രൂപ വെച്ച് ഓരോ വീടുകളിലും കൊടുത്തിരിക്കുന്നത് എന്നുള്ള അത്ഭുതകരമായ കാര്യം. ആ പെൻഷൻ സംവിധാനത്തെ തകർക്കാൻ ഇപ്പൊ കേന്ദ്ര സർക്കാരും UDF-ഉം BJP-യും ജമാഅത്ത് ഇസ്ലാമിയും എല്ലാം ചേർന്ന് തകർക്കാൻ ശ്രമിക്കുകയാണ്. ആ പെൻഷൻ കൊടുക്കുന്നതിന് ഗവൺമെന്റ് പല ആളുകളിൽ ബാങ്കുകളിൽ നിന്നും മറ്റും കടം വാങ്ങിയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനൊരു പെൻഷൻ ബോർഡ് ഫണ്ട് എന്ന് പറയുന്ന സംവിധാനം ഉണ്ടായിരുന്നു. ആ പെൻഷൻ ബോർഡ് ഫണ്ട് വഴി ഇപ്പോ പണം വാങ്ങാൻ പാടില്ല. സംസ്ഥാന സർക്കാരിന്റെ കടമെടുപ്പ് പരിധിയിൽ അതും ഉൾപ്പെടുത്തിയിരിക്കുന്നു കേന്ദ്ര സർക്കാർ. പെൻഷൻ കിട്ടാത്തതുകൊണ്ട് ചട്ടിമറിയത്തെ പോലെ ചിലർ ഇറക്കുന്നു. പെൻഷൻ കിട്ടാതെ വന്നപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് 4 മാസത്തെ പെൻഷൻ കുടിശ്ശിക വന്നപ്പോൾ ചട്ടിമറിയത്തെ പോലെ ആളുകളെ ഇറക്കി വലിയ സമരം സംഘടിപ്പിച്ചു. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ ഈ നിലപാടിനെതിരായിട്ട് സതീശൻ ഒരക്ഷരം മിണ്ടിയിട്ടില്ല, കോൺഗ്രസ് ഒരക്ഷരം മിണ്ടിയിട്ടില്ല, ഈ പറയുന്ന പ്രതിപക്ഷ പാർട്ടികൾ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. പെൻഷൻ ഇന്നേ വരെ കൊടുക്കുന്നതിൽ ഒരു നയാ പൈസയും കൊടുക്കാത്തവരുമാണ് ഇപ്പൊ പെൻഷന് വേണ്ടിയിട്ട് സമരം ചെയ്യുന്നത് എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായ കാലം. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ആംബുലൻസിൽ പോയി പെൻഷൻ വാങ്ങേണ്ടിടത്താണ് നമ്മളെ ഗവൺമെന്റ് പറഞ്ഞു ഇത് അവകാശമാണ്. പെൻഷൻ എന്ന് പറയുന്നത് അവകാശമാണ്, ഓരോ പൗരന്റെയും അവകാശമാണ്. അത് പഠിക്കൽ എത്തിക്കുമെന്ന നിലപാട് നാം സ്വീകരിച്ചത്. ആശാമാരുടെ കാര്യത്തിൽ, അംഗനവാടിക്കാരുടെ കാര്യത്തിൽ, പിന്നെ നമ്മളെ സ്കീം വർക്കേഴ്സിന്റെ കാര്യത്തിൽ എല്ലാം ചെയ്യാവുന്നതിന്റെ പരമാവധി പ്രവർത്തനങ്ങൾ നമ്മൾ നിർവഹിച്ചിട്ടുണ്ട്. ഈ കേന്ദ്ര സർക്കാർ നമ്മളോട് ഇപ്പോഴും മുഖം തിരിഞ്ഞു നിൽക്കുകയാണ്. 1.5 ലക്ഷം കോടി രൂപയാണ് സംസ്ഥാനത്തിന് തരാനുള്ളത്. നമ്മൾ കഴിഞ്ഞ കാലത്ത് നമ്മൾ എന്തെല്ലാം പ്രതിസന്ധികളെ നമ്മൾ അതിജീവിച്ചു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ലേ? പ്രളയം, നിപ്പ, ഹോക്കി, അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങളാണ്. ലോകത്ത് ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ കേരളം കണ്ട ഏറ്റവും വലിയ വെള്ളപ്പൊക്കം ആയിരുന്നല്ലോ ഫ്ലഡ്. ആ വെള്ളപ്പൊക്കത്തിൽ നമ്മൾ നാടാകെ ഇല്ലാതായതാണല്ലോ. പക്ഷേ ആ നാടാകെ ഇല്ലാതായപ്പോ, പ്രതിസന്ധിയെല്ലാം മൂർച്ഛിച്ചപ്പോ വലിയ പ്രയാസത്തിലായിരുന്നല്ലോ നമ്മളെ നാട്. നമ്മളെ ആളുകൾ, സഹോദരിമാർ വെള്ളത്തിൽ മുങ്ങി ഇതാ മരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് ചില ആളുകൾ പൊട്ടിക്കരഞ്ഞത് നിങ്ങൾ ഓർമ്മയുണ്ടല്ലോ. അങ്ങനെ കരഞ്ഞപ്പോ എല്ലാം കിട്ടാവുന്ന ആളുകളെ എല്ലാം കൂട്ടിയോജിപ്പിച്ച് നമ്മളങ്ങോട്ട് ഇറങ്ങുകയല്ലേ എന്ന് ചോദിച്ച് മുണ്ടും മടക്കി കുത്തി സഖാവ് പിണറായി വിജയനെ പോലെ സഖാക്കൾ മുന്നോട്ട് വന്നപ്പോഴാണ് നമുക്കൊരാത്മവിശ്വാസം. അതിന് നേതൃത്വം കൊടുത്ത നമ്മുടെ മുഖ്യമന്ത്രിയുടെ പേരാണ് സഖാവ് പിണറായി വിജയൻ, അല്ലേ? പട്ടാളത്തെ കിട്ടാൻ നമ്മൾ ചോദിച്ചപ്പോൾ കിട്ടാതിരുന്നപ്പോ, ആവശ്യത്തിന് വിമാനം കിട്ടാതിരുന്നപ്പോ, ആവശ്യത്തിന് കപ്പലുകൾ കിട്ടാതിരുന്നപ്പോ നമ്മളെ കടലോരത്തെ മുക്കുവ സുഹൃത്തുക്കളെ, സഖാക്കളെ കൊണ്ടുവന്ന്, മുക്കുവരുടെ തോണി കൊണ്ടുവന്ന്, ബോട്ട് കൊണ്ടുവന്ന് ആളെ രക്ഷപ്പെടുത്തിയ ചരിത്രം നമുക്ക് ഓർമ്മയുണ്ട്. അന്ന് നമ്മുടെ സഹോദരിമാരെ പ്രസവിക്കാൻ വേണ്ടി തയ്യാറായ സ്ത്രീ വെള്ളത്തിൽ മുങ്ങുമ്പോൾ അവരെ പൊക്കിയെടുത്ത് എയർ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ചിത്രം പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചപ്പോൾ നമ്മളെ പട്ടാളക്കാർക്ക് ബിഗ് സല്യൂട്ട് നൽകി. പക്ഷേ 2 മാസം കഴിഞ്ഞപ്പോൾ 216 കോടി രൂപ നമുക്ക് നൽകേണ്ടി വന്നു. നമ്മൾ അവരെ സംരക്ഷിച്ച് കൊണ്ടുപോയി സ്കൂളുകളിൽ മറ്റുമാക്കി, അവരെ സംരക്ഷിച്ച് അവർക്ക് അരി കൊടുത്തു, അവർക്ക് ഭക്ഷണം കൊടുത്തു. കേന്ദ്ര സർക്കാർ സൗജന്യമായി അരി നൽകി. ആ അരിക്ക് 260 കോടി രൂപ 2 മാസം കഴിഞ്ഞപ്പോൾ നമുക്ക് കൊടുക്കേണ്ടി വന്നു. ഇതാണ് കേന്ദ്ര സർക്കാരിന് നമ്മളോടുള്ള നിലപാട്. ഏറ്റവും അവസാനം ഇപ്പോൾ നമുക്ക് 400 പേർ മരിക്കുകയും, നമ്മളെ തൊട്ടടുത്ത വയനാട്ടിൽ 400 പേർ മരിക്കുകയും 150 പേരെ കാണാതാവുകയും ചെയ്തിട്ടുള്ള ഒരു ഏറ്റവും പ്രയാസപ്പെടുന്ന സംഗതിയായിരുന്നു വയനാട്ടിലെ ദുരന്തം. വയനാട്ടിലെ ദുരന്തം ഉണ്ടായപ്പോൾ അവിടെ ഇടപെടുകയും കാര്യങ്ങൾ ചെയ്യാവുന്നതിന് പരമാവധി ചെയ്യുകയും ചെയ്തു. സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിച്ചു. പട്ടാളം വന്ന് പാലമുണ്ടാക്കി പോയി, കുറേ ആളുകൾ രക്ഷിച്ചു, നമ്മളെ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ അതിനും നമ്മൾ പണം കൊടുക്കേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേരളം ഇന്ത്യയിലാണോ എന്ന് നാം അതിന്റെ ഭാഗമാണ് ചോദിക്കുന്നത്. കേരളീയർ എന്ന് പറയുന്നത് ഇന്ത്യക്കാരല്ലേ? ഇന്ത്യക്കാർ ഒരു പ്രയാസത്തിൽ കുടുങ്ങിയാൽ അവരെ രക്ഷിക്കേണ്ടവരല്ലേ പട്ടാളക്കാർ എന്ന ചോദ്യം നമ്മൾ ചോദിച്ചതാണ്.
പക്ഷേ കേന്ദ്ര സർക്കാർ അതിനും നമ്മളോട് പണം വാങ്ങി എന്നുള്ളതാണ് നമ്മൾ കാണുന്ന പ്രത്യേകത. നമ്മളെ പ്രധാനമന്ത്രി വന്ന് കുട്ടിയുടെ താടിക്ക് തൊഴിഞ്ഞു, കുട്ടി പ്രധാനമന്ത്രിയെ താടി ഒഴിഞ്ഞു നിൽക്കുന്ന ഫോട്ടോ നമ്മൾ കുളിർമയോടുകൂടി കണ്ടതാണ്. പക്ഷേ ഫലത്തിൽ ഒരു നയാ പൈസയും തന്നില്ല. ഇപ്പോൾ ഹൈക്കോടതി ഇടപെട്ടതിന് ശേഷം 300 കോടി രൂപ ഇപ്പോൾ നൽകിയിരിക്കുന്നു. 300 കോടി രൂപയാണ്. 10 ആൾ മരിച്ച ത്രിപുരയിൽ 50 കോടി കൊടുത്തു. 10 ആൾ മരിച്ചടത്ത് 50 കോടി കൊടുത്തു. 5000 കോടിയാണ് മധ്യപ്രദേശിന് കൊടുത്തിരിക്കുന്നത്. ഒരു വെള്ളപ്പൊക്കമുണ്ടായി, കാര്യമായ ആളുകൾ മരിച്ചിട്ടില്ല. 5000 കോടിയാണ് കൊടുത്തത്. മധ്യപ്രദേശിനും ഉത്തർപ്രദേശിനും എല്ലാം വാരിക്കോരി കൊടുക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്തിന് കേന്ദ്ര സർക്കാർ പണം നൽകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. സർക്കാർ 400 പേർക്കാണ് വീടുണ്ടാക്കി കൊടുക്കുന്നത്. മരിച്ചവർക്കെല്ലാം പണം കൊടുത്തു, അവരുടെ ബന്ധുക്കൾക്ക് പണം കൊടുത്തു, അവർക്ക് താമസിക്കാൻ വീടുണ്ടാക്കാൻ വീടിന് ദിവസം കൂലി കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി. ദിവസം 300 രൂപ വെച്ച് അവരുടെ വീട് അവർക്ക് ജീവിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടിയിട്ട് അവർക്ക് വേതനമായി കണക്കാക്കി കൊടുക്കുകയാണ്. ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അവരുടെ കുട്ടികൾക്ക് പഠിക്കാൻ സ്കൂളുകളിൽ അവരെ കൊണ്ടുപോകാൻ വാഹനം കൊടുക്കുന്നുണ്ട്. അവരെ ആശുപത്രി ചെലവുകൾ നമ്മൾ വഹിക്കുന്നുണ്ട്. മാസാമാസം നമുക്ക് അവർക്ക് കിറ്റ് കൊടുക്കുന്നുണ്ട്, അലവൻസ്, അതുപോലെ റേഷൻ സംവിധാനം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയെല്ലാം ചെയ്യുന്നുണ്ട്. അതിന് പുറമെ എൽസ്റ്റൺ എസ്റ്റേറ്റ് എന്ന് പറയുന്ന എസ്റ്റേറ്റ് ഏറ്റെടുത്ത് അവിടെ വീടിന്റെ പണി തകൃതിയായി ആരംഭിച്ചിരിക്കുന്നു. നമ്മളെ എതിരാളികൾ കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസും അതുപോലെ മൂത്ത കോൺഗ്രസും എല്ലാം പറഞ്ഞത് സംസ്ഥാന സർക്കാരിന് ഒരു നയാ പൈസ കൊടുക്കരുത്. ലീഗ് പറഞ്ഞത് ഒരു പൈസയും കൊടുക്കരുത്, പൈസ ഞങ്ങൾക്ക് തന്നാൽ മതി, ഞങ്ങൾ വീടുണ്ടാക്കി കൊടുക്കുമെന്നാണ് പറഞ്ഞത്. നമ്മുടെ DYFI സഖാക്കളുണ്ടല്ലോ, അവർ പറഞ്ഞു 25 വീട് ഞങ്ങൾ തരാം, 25 വീട് ഞങ്ങൾ തരാം എന്ന് DYFI പറഞ്ഞപ്പോൾ യൂത്ത് കോൺഗ്രസ് പറഞ്ഞു 30 വീട് ഞങ്ങൾ തരാം. അപ്പം 30 വീട് കൊടുക്കുമെന്നായിരുന്നു അന്നത്തെ വലിയ തലക്കെട്ട്. DYFI നാട്ടിലെ ചെറുപ്പക്കാർ അവർ പോയി മീൻ വിറ്റു, കപ്പലണ്ടി വിറ്റു, അരി വിറ്റു, ചായ കുടിച്ച് ചായയും കടിയും തിന്നാം, പൈസ വയനാടിൽ എന്ന് എഴുതി വെച്ചു, വലിയ തടി പിടിച്ചു, കല്ല് കെട്ടിയുണ്ടാക്കി, കല്ല് കടത്തി കൊടുത്തു. ഇങ്ങനെ ഉണ്ടാക്കിയ പണം കൊണ്ട് 20 കോടി രൂപ സംസ്ഥാന സർക്കാരിന് കൊടുത്തു. 25 വീടിന് പകരം 100 വീടുണ്ടാക്കാൻ DYFI സംഘടന പണം കൊടുത്തു. അതിന് നേതൃത്വം നൽകി നമ്മളെ ചെറുപ്പക്കാർ. കോൺഗ്രസ് പറഞ്ഞ 100 വീട് ഇപ്പോഴും കണ്ടിട്ടില്ല. രാഹുൽ ഗാന്ധി പറഞ്ഞു 100 വീട് തരാം. ആ 100 വീട് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. രാഹുൽ മാങ്കൂട്ടം പറഞ്ഞു ഞങ്ങൾ 30 വീട് തരാം. ഒരു പൈസയും നമ്മൾ കണ്ടിട്ടില്ല, ഒരു വീടും ഇതുവരെ കണ്ടിട്ടില്ല. ആ പണമെടുത്ത് അവര് മറ്റാവശ്യങ്ങൾക്ക് വിനിയോഗിച്ചു എന്നാണല്ലോ കാണുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പുതിയ ചിത്രം വന്നല്ലോ, നിങ്ങളെല്ലാം മുന്നിലുണ്ടാവും. ഞാൻ അതിന്റെ വിശദാംശത്തിലേക്ക് പോകുന്നില്ല. സ്ത്രീകളെല്ലാം ഉള്ള ഗ്രൂപ്പായതുകൊണ്ട് ഞാൻ അത്തരം കാര്യങ്ങൾ വിശദീകരിക്കുന്നില്ല. പക്ഷെ നമ്മൾ കാണേണ്ടത് മനുഷ്യന്മാരും സ്ത്രീകളും കുട്ടികളും എല്ലാം ഉള്ളിടത്ത് ഇവന്റെ ഒന്നും ഈ പ്രസംഗവും കാര്യങ്ങളുമായി പോകാൻ പാടില്ല. ഒരു പെണ്ണുങ്ങളുടെയും നമ്പർ ഇവന്റെ കൈവശം കൊടുക്കാൻ പാടില്ല. കൊടുത്താൽ അവൻ വിളിക്കുന്നത് മെസ്സേജ് നമ്മളൊന്നും ചിന്തിക്കുന്ന നിലയിലല്ല. വാട്സപ്പ് മെസ്സേജൊക്കെയാണ് നമ്മൾ ശീലിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ചങ്ങാതി ഗൂഗിൾ പേയിലും ഫോൺ പേയിലും എല്ലാം ആണത്രേ മെസ്സേജ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും ഒക്കെയാണ് മുഖ്യധാര മാധ്യമങ്ങൾക്ക് പ്രിയപ്പെട്ടവർ. പക്ഷെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കാണുമ്പോൾ നമ്മൾ കാണേണ്ടതാണല്ലോ, എന്താണ് ഇവർ ചെയ്തത്. ഈ പാവപ്പെട്ട 400 ആളുകൾ മരിച്ചിട്ട് അവർക്ക് വേണ്ടി പിരിച്ച പണമെടുത്ത് പുട്ടുകുത്തി തിന്നു എന്ന് പറയുന്നത്, പുട്ടടിച്ചു എന്ന് പറയുന്ന ഈ കിരാതന്മാരായ ആളുകളെ കുറിച്ച് നാം എന്താണ് ചിന്തിക്കേണ്ടത്? ലീഗ് എന്ന് പറയുന്ന സംഘടന, മുസ്ലിം ലീഗ്, അവരെന്താണ് ചെയ്യുന്നത്? അവര് അവിടെ പോയി ലക്ഷക്കണക്കായ രൂപ പിരിച്ചല്ലോ, കോടിക്കണക്കായ രൂപ പിരിച്ചല്ലോ. എന്നിട്ട് 20,000 രൂപയുള്ള ഭൂമിക്ക് 1,16,000 സെന്റിന് കൊടുത്ത് ലീഗിന്റെ നേതാക്കളോട് ഭൂമി വാങ്ങി. ആ ഭൂമിയിലോ വീടുണ്ടാക്കാൻ പറ്റില്ല, അത് റബ്ബർ എസ്റ്റേറ്റ് ആണ്. എസ്റ്റേറ്റ് എന്ന് പറയുന്നത് മറ്റേ ഭൂമിക്ക് ഭാഗമായി അവിടെ വീട് നിർമ്മാണം സാധ്യമല്ല. എസ്റ്റേറ്റിൽ തോട്ടം, പ്ലാന്റേഷൻ എന്ന് പറയുന്ന വിഭാഗത്തിൽ വീട് നിർമ്മിക്കാൻ പറ്റില്ല. അതറിഞ്ഞുകൊണ്ടാണ് ലീഗ് വാങ്ങിയത്. അവർക്ക് വീടുണ്ടാക്കാൻ അവർ ഉദ്ദേശിക്കുന്നില്ല. മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് ഭരണസമിതി ഇപ്പൊ വീട് നിർമ്മാണം തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മൾ കാണേണ്ടത്. ഇവരെല്ലാം ജനങ്ങളെ പറ്റിക്കുകയാണ്. ജനങ്ങളെ പറഞ്ഞ് പറ്റിച്ച് പണം വാങ്ങി അതെല്ലാം പുട്ടടിച്ച് ജീവിക്കുന്ന ആളുകളായി ലീഗും കോൺഗ്രസും എല്ലാം മാറിയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി അവര് 100 വീട് കൊടുക്കുമെന്നാ പറഞ്ഞത്. ഏതെങ്കിലും ഒരാൾക്ക് വീട് കൊടുത്തോ? ഒരാൾക്ക് പോലും കൊടുത്തില്ല.
കോൺഗ്രസ് പണ്ട് പറഞ്ഞിട്ടുണ്ട് പ്രളയകാലത്ത് 1000 വീട് കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. 1000 വീടും കൊടുത്തില്ല. 1100 മാങ്കൂട്ടം കൊടുക്കേണ്ട 30 വീട്, കർണാടക ഗവൺമെന്റ് കൊടുക്കേണ്ട 100 വീട്, ലീഗ് കൊടുക്കേണ്ട 200 വീട്. ഇതൊന്നും നമ്മളെ നാട്ടിൽ ഇപ്പൊ കാണുന്നില്ല. സംസ്ഥാന സർക്കാർ വീടുണ്ടാക്കുന്ന വീടിന്റെ ഭാഗം ഞങ്ങളും പോയി കണ്ടിരുന്നു ഇടക്ക്. ആ കണ്ടപ്പോ അവിടെ ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഏകദേശം 1 കോടി രൂപ ഭൂമിയുടെ വിലയുൾപ്പെടെ, 20 ലക്ഷം രൂപ വീടിന്റെ വിലയുൾപ്പെടെ എന്ന് പറഞ്ഞാൽ കൽപ്പറ്റ അങ്ങാടിയിലാണ് ഈ കെട്ടിടമെല്ലാം ഉണ്ടാക്കുന്നത്. കൽപ്പറ്റ അങ്ങാടിയിൽ ഒരു ടൗൺഷിപ്പ് എൽസ്റ്റൺ എസ്റ്റേറ്റ് കൽപ്പറ്റ അങ്ങാടിയിൽ നിന്ന് 200 മീറ്റർ അപ്പുറത്താണ്. ആ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ മനോഹരമായ വീടുകൾ, അതിൻ്റെ ഇടയിലൂടെ പാതകൾ, നടപ്പാതകൾ, സ്കൂളുകൾ, കോളേജുകൾ, മറ്റുള്ള ടൗൺഷിപ്പ് എന്നുള്ള നിലയിൽ ഉണ്ടാക്കുകയാണ്. ഇതൊരു മികച്ച സംവിധാനമായി മാറുകയാണ്. നമ്മുടെ ഗവൺമെന്റ് ജനങ്ങളെ കൂട്ടിപ്പിടിച്ച് അവരെ കൂടെ നിൽക്കുകയാണ്. അവരുടെ നെഞ്ചോട് കൂട്ടിപ്പിടിച്ചാണ് നമ്മളെ സർക്കാർ നിൽക്കുന്നത് എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. ഇങ്ങനെ ജനങ്ങളെ പ്രശ്നങ്ങൾ ഏറ്റുകൊടുത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത് എന്നുള്ളതാണ് നാം കാണേണ്ടത്. അപ്പോഴാണ് നമ്മുടെ സർക്കാരിനെതിരായി എന്തെല്ലാം തിരിച്ചു കൊണ്ടുവരാൻ കഴിയും, എന്തെല്ലാം കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കാൻ പറ്റും എന്ന് അവർ ആലോചിക്കുന്നത്. നമ്മുടെ എന്താ പറയുക, ശബരിമലയിൽ ഒരു സംഗമം സംഘടിപ്പിച്ചിരുന്നു. ശബരിമലയിൽ ഒരു കോൺക്ലേവ് സംഘടിപ്പിച്ചിരുന്നു. ശബരിമല എങ്ങനെ വികസിപ്പിക്കാം എന്നായിരുന്നു അർത്ഥം. അത് വലിയ വിവാദമാക്കി. ഹിന്ദുക്കളെ സോപ്പിട്ട് പിടിക്കാനാണ്, അല്ലെങ്കിൽ ഹിന്ദുക്കളെ എന്തോ ചെയ്യാനാണ് എന്നെല്ലാമായിരുന്നു അന്നത്തെ വിവാദം. ആ വിവാദത്തിന്റെ ഭാഗമായി SNDPയും NSSും ഉൾപ്പെടെയുള്ള സംഘടനകൾ പറഞ്ഞു, ഇതിന് ഈ സർക്കാരിന്റെ നിലപാടിനോട് ഞങ്ങൾ യോജിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അവർക്കുണ്ടായിട്ടുള്ള വിമ്മിഷ്ടത്തിൽ നിന്നാണ് പുതിയ ശബരിമല വിവാദം ഉണ്ടാകുന്നത്. ഒരു ബോംബ് പൊട്ടിക്കാനുണ്ട് എന്ന് സതീശൻ നേരത്തെ പറഞ്ഞിരുന്നു. ആ ബോംബാണ് ഇപ്പോൾ പൊട്ടിയത്. എന്താണത്? പീഠം കാണാനില്ല. പീഠം കാണാനില്ല എന്ന് പറഞ്ഞ പോറ്റി പരാതി കൊടുത്തു. പീഠം അന്വേഷിച്ച് വിജിലൻസ് എന്നപ്പോൾ പോറ്റിയുടെ പെങ്ങളെ വീട്ടിൽ നിന്നാണ് പീഠം കണ്ടെത്തിയത്. അപ്പൊ ആ പ്രശ്നം തീർന്നു. രണ്ടാമത് ഇപ്പൊ പറയുന്നത് സ്വർണ്ണ പാളി കാണുന്നില്ല എന്നാണ്. ആരാ പാളി അന്വേഷിച്ച് വിജിലൻസ് പോയപ്പോൾ ജയശ്രീ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഡെപ്യൂട്ടി രജിസ്ട്രാറോ മറ്റോ ആണ് അതിന് പുറമെ ഒരു മുരാരി ബാബു എന്ന് പറയുന്ന ചങ്ങാതി, വേറൊരു ചങ്ങാതി, ഇതെല്ലാം കോൺഗ്രസ്സുകാർ ഒപ്പിട്ട് അപേക്ഷ തയ്യാറാക്കി അതിനകത്ത് അവർ തന്നെ എഴുതി സ്വർണത്തിന്റെ പാളി ചെമ്പ് പാളിയാക്കി എഴുതി റിപ്പോർട്ടുണ്ടാക്കി ആ ഉദ്യോഗസ്ഥന്മാർ ബോർഡ് അറിയാതെ കൊണ്ടുപോയിട്ട് അത് ഉരുക്കി ഈ പറയുന്ന പോറ്റിയും മറ്റു പോറ്റിമാരും എല്ലാം ചേർന്ന് നടത്തിയുള്ള തട്ടിപ്പാണ് ഇപ്പോൾ വെളിവാകുന്നത്. ആ തട്ടിപ്പിന്റെ ഉള്ളിൽ VD സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതൃത്വത്തിനും പങ്കുണ്ട്. ശബരിമല പ്രശ്നത്തെ ഹിന്ദു സമൂഹത്തിനിടയിൽ നമുക്കെതിരായി മാറ്റാനുള്ള പ്രവർത്തനമാണ് UDF ഏറ്റെടുക്കുന്നത്. ആ വസ്തുത ഇന്നല്ലെങ്കിൽ നാളെ തിരഞ്ഞു വരും. നമുക്കെതിരായി പൊട്ടിക്കാൻ വെച്ച ബോംബ് സതീശന്റെ ഒക്കത്ത് വെച്ച് പൊട്ടും എന്നുള്ള കാര്യത്തിൽ ഉറപ്പ്. ഇന്നലെ മിനിയാന്നത്തെ മനോരമയിൽ ഒരു വലിയ വാർത്തയുണ്ട്. എന്താണെന്നറിയോ? നമ്മളെ പിണറായിയുടെ മകന് ED നോട്ടീസ് അയച്ചിട്ട് വന്നില്ല. എന്നാ വരാത്തത് പരിശോധിച്ചപ്പോഴാണ് അത്ഭുതം. 2 കൊല്ലം മുമ്പാണ് നോട്ടീസ് അയച്ചത്. അത്രേ 2 കൊല്ലം മുമ്പ് അയച്ച നോട്ടീസ് മനോരമക്ക് ഇപ്പോഴാണ് കിട്ടിയത്. ഞങ്ങളുടെ നാട്ടിൽ ചില ആൾക്കാർ ചോദിക്കുന്നത് പിണറായിക്ക് അങ്ങനെ ഒരു മകനുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. പിണറായിക്ക് അങ്ങനെ ഒരു മകനുള്ളത് തന്നെ ആർക്കും അറിഞ്ഞുകൂടാ. അയാൾ എത്രയോ വർഷമായി വിദേശത്ത് പഠിക്കാൻ പോയി, അവിടെ ജോലിയായി, ഭാര്യയും കുടുംബമാണ്. അയാൾ ഇങ്ങോട്ട് വരാറെ പിണറായിയുടെ വീട്ടിൽ വരുന്നത് പോലും എപ്പോഴെങ്കിലും വന്നു പോകുന്ന ഒരു മനുഷ്യൻ മാത്രമാണ്. അയാൾ നമ്മുടെ നാട്ടിൽ ഒരു കാര്യത്തിലും പിണറായിക്ക് അങ്ങനെ ഒരു മകനുണ്ടോ എന്ന് പോലും ആർക്കും അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ള മകന്റെ പേരിൽ ഇപ്പോൾ കള്ളക്കേസും പരാതിയുമായി ഇപ്പോൾ വന്നിരിക്കുകയാണ്. 2 കൊല്ലം മുമ്പോ 3 കൊല്ലം മുമ്പോ കുട്ടി പറയുന്ന ഒരു സംഗതി, അത് പിണറായി വിജയൻ ഗസ്റ്റ് ഈ പറയുന്ന ഹൗസ് എന്നെല്ലാം പറഞ്ഞ് എഴുതിയിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പിണറായി വിജയന്റെ വീട് കൂട്ടി ക്ലിഫ് ഹൗസ് എന്ന് പറഞ്ഞ് അതിനകത്ത് റിപ്പോർട്ട് എഡിറ്റ് ചെയ്ത് ചേർത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പിണറായി വിജയനെ കൂട്ടിയോജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമുണ്ട്. വീണാ വിജയനെതിരെ എക്സോളജിക്ക് കേസ് ഇപ്പൊ എന്തായി? കോടതിയിൽ നിന്ന് അവസാനം കോടതി ചുരുട്ടിക്കൂട്ടി എറിഞ്ഞല്ലേ സതീശന്റെ മുഖത്തേക്ക്. എന്നിട്ട് പറഞ്ഞല്ലോ, ഈ മറ്റേ ചങ്ങാതി കുഴൽനാടന്റെ മുഖത്തേക്ക് എറിഞ്ഞല്ലോ. എന്നിട്ട് പറഞ്ഞല്ലോ എന്താ തെളിവ്? തെളിവൊന്നുമില്ല. തെളിവില്ലെങ്കിൽ 10 ലക്ഷം രൂപ കെട്ടിവെക്കണമെന്ന് പറഞ്ഞപ്പോൾ ഫയലും വാങ്ങി ഓടിയതാണ്. എന്നിട്ട് ഇപ്പൊ പറയുന്നത് എന്താ? ഞാൻ ഇനിയും കോടതിയിൽ പോകുമെന്ന്. എങ്ങോട്ടാ ഇനി കോടതി ഉള്ളത്? കോടതി ഇനി ഹേഗിലൊരു കോടതിയുണ്ട്, അന്താരാഷ്ട്ര കോടതി. അവിടെ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ് ചർച്ച ചെയ്യുക. വേണമെങ്കിൽ കുഴൽനാടനും വേണമെങ്കിൽ അങ്ങോട്ട് പോകാമെന്നുള്ളതാണ് വസ്തുത. കേസുകളാണ് സംസ്ഥാന സർക്കാരിനെതിരെ ഉണ്ടാക്കിയത്. നിങ്ങൾ ഓർമ്മയില്ലേ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് ബിരിയാണി ചെമ്പിൽ സ്വർണം, ഈത്തപ്പഴത്തിൽ സ്വർണം, ഈ ഖുറാനിൽ സ്വർണം, ഇങ്ങനെ എന്തെല്ലാം സ്വർണ്ണക്കടത്തായിരുന്നു. ആ സ്വർണ്ണക്കടത്തിനെ കുറിച്ച് ഇന്ത്യയിൽ ഇന്ന് ലഭ്യമാവുന്ന എല്ലാ ഏജൻസികളും വന്ന് അന്വേഷിച്ചല്ലോ. എന്തെല്ലോ അന്വേഷിച്ചു, എന്തെല്ലോ ചോദ്യം ചെയ്യുന്നു, തിരുനാക്കുന്നു. പത്രങ്ങളിൽ വാർത്ത എത്ര നിറഞ്ഞു നിന്നല്ലോ. എത്ര വാർത്തകൾ നിറഞ്ഞു നിന്നു. ഏതെങ്കിലും ഒരു കേസ്, ഏതെങ്കിലും ഒരു FIR പിണറായി വിജയനെതിരായി ഇട്ടോ, കുടുംബത്തിനെതിരായി ഇട്ടോ, നടപടി എടുത്തോ?
ഒന്നുമില്ല. പണ്ട് കമല ഇന്റർനാഷണൽ എന്ന് പറഞ്ഞിട്ട് ഭാര്യയ്ക്കെതിരായി പറഞ്ഞിരുന്നു, അത് പോയി. പിണറായി ഏറ്റവും വലിയ വീടുണ്ടാക്കി എന്ന് പറഞ്ഞ് മറ്റേ തൃശ്ശൂർ ജില്ലയിലെ ഒരു വീട്, വലിയ പ്രമാണിയുടെ ഒരു വീട് കാണിച്ച് അതിനെതിരെ പറഞ്ഞിരുന്നു, അതും പോയി. ഇപ്പൊ മകൾ വീണ വിജയനെതിരെ എക്സാലോജിക്ക് അതും പോയി. ബിരിയാണി ചെമ്പുല ബിരിയാണി പോയി, സ്വർണം പോയി, കൈതോലപ്പായലെ സ്വർണം പോയി, ഇങ്ങനെ എല്ലാ സ്വർണം പോയി. ഈ കള്ളക്കടത്തെല്ലാം ഉണ്ടാക്കുന്നതിന്റെ ഉദ്ദേശം ഒന്നാണ്, നമ്മുടെ സംസ്ഥാന സർക്കാരിനെ മോശപ്പെടുത്തുക, നേതൃത്വത്തെ ഇല്ലാതാക്കുക, നേതൃത്വത്തെ മോശക്കാരായി ചിത്രീകരിക്കുക, തെരഞ്ഞെടുപ്പിൽ ഇവർ കള്ളന്മാരാണെന്ന് വരുത്താൻ വേണ്ടി ശ്രമിക്കുക. അതിന്റെ ഭാഗമാണ് ഇപ്പൊ പിണറായിയുടെ മകനെതിരായും വന്നിരിക്കുന്ന ഈ പറയുന്ന വാർത്തകൾ. മലയാള മനോരമ അച്ചു നിരത്തുന്നത് എന്തിനു വേണ്ടിയാണ്? കമ്മ്യൂണിസ്റ്റുകാരുടെ രക്തത്തിന് വേണ്ടിയാണ്. കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ മാമൻ മാപ്പിളയുടെ മാധ്യമമാണ് ഈ പറയുന്ന മലയാള മനോരമ ടിവിയും പത്രവും ഉൾപ്പെടെയുള്ള സംഗതികൾ. ജമാഅത്ത് ഇസ്ലാമിയുടെ പത്രമാണ് മാധ്യമം. മാതൃഭൂമി എന്ന് പറയുന്ന RSSന്റെ മുഖമെഴുത്തു പത്രമായി മാറിയിരിക്കുന്ന പത്രമാണ് മാതൃഭൂമി എന്ന് പറയുന്ന പത്രം. നമ്മൾക്ക് വേണ്ടി സഖാക്കളെ സംസാരിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ നാക്കും നമ്മുടെ ദേശാഭിമാനിയും നമ്മുടെ കൈരളിയും മാത്രമേ നമുക്ക് വേണ്ടി സംസാരിക്കാനുള്ളൂ. സോഷ്യൽ മീഡിയയെ ഓരോ സഖാക്കളും സോഷ്യൽ മീഡിയയിൽ സ്വയം റൈറ്റർമാരായി, എഴുത്തുകാരായി മാറണം. സ്വയം മീഡിയ മാധ്യമ പ്രവർത്തകരായി നാം ഓരോരുത്തരും മാറണം. നിങ്ങൾ ഇടതുപക്ഷം ഹൃദയപക്ഷം എന്ന് പറയുന്ന ഈ ഗ്രൂപ്പ് അത്തരത്തിൽ സ്വയം എഴുത്തുകാരുടെ, വിപ്ലവകാരികളുടെ പോരാട്ട വീര്യമുള്ള ഗ്രൂപ്പായി മാറട്ടെ. കൂടുതൽ ശക്തമായി നമുക്ക് മുന്നേറാൻ കഴിയട്ടെ. വാട്സപ്പ് ഗ്രൂപ്പിൽ മാത്രം നിന്നാൽ പോരാ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാകെ ഈ പറയുന്ന സഖാക്കൾ ഉയർന്നു നിൽക്കണം. വലിയ പോരാട്ടം നടത്തണം. നമുക്ക് മൂന്നാമത്തെ സർക്കാരിനെ ഉണ്ടാക്കണം. ഇടതുപക്ഷ സർക്കാരിന്റെ മൂന്നാമതും കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവരണം. കേന്ദ്ര സർക്കാർ നടത്തുന്ന ജനവിരുദ്ധമായ ആക്രമണങ്ങൾക്കെതിരായിട്ട്, ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങൾക്കെതിരായി, ക്രിസ്ത്യാനികൾക്കെതിരായ ആക്രമണങ്ങൾക്കെതിരായി, മുസ്ലിങ്ങൾക്കെതിരായ ആക്രമണങ്ങൾക്കെതിരായി ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്ന നാട് നമ്മുടെ കേരളം മാത്രമാണ്. ബദൽ സംവിധാനം ഉയർത്തുന്ന, ജനങ്ങളെ ദ്രോഹിക്കാത്ത നിലപാട് സ്വീകരിക്കുന്ന ഒരേ ഒരു നാട് കേരളം മാത്രമാണ്. ഇന്ത്യ ഗവൺമെന്റിന്റെ തെറ്റായ പ്രവണതകൾ തുറന്നു കാണിച്ചുകൊണ്ട്, ഇവിടെ ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്നതിനെതിരായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് RSSും BJPയും നമ്മുടെ നാടിനെ ഇല്ലാതാക്കാൻ വേണ്ടി, ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാൻ വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങൾക്കെതിരായി അതിശക്തമായ പോരാട്ടം നടത്താൻ നമുക്ക് കഴിയണം. അതിന് നമ്മുടെ സഖാക്കൾ മുന്നിട്ടിറങ്ങി നമ്മുടെ സർക്കാരിനെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരാൻ, നമ്മുടെ നിയമസഭാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മുടെ സഖാക്കളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ വാൾമുനയായി, കുന്തമുനയായി നമ്മുടെ ഗ്രൂപ്പിലെ സഖാക്കൾ പ്രവർത്തിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട്, സഖാക്കളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ സഖാവ് മത്തായി ചാക്കോയെ അനുസ്മരിച്ചുകൊണ്ട്, സഖാവിന്റെ ഓർമ്മ പുതുക്കുന്ന ഈ ദിനത്തിൽ എന്നെ നിങ്ങളുടെ പരിപാടിക്ക് ക്ഷണിച്ചതിൽ സന്തോഷം കൂടി സഖാക്കളോട് അറിയിച്ചുകൊണ്ട്, സഖാവ് ചാക്കോയുടെ ഓർമ്മ നെഞ്ചേറ്റിക്കൊണ്ട്, അദ്ദേഹത്തിന്റെ സ്മരണ പുതുക്കിക്കൊണ്ട് സഖാക്കളെ ആകെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.